എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പാൻറ്റിൻ്റെ കട്ടിംഗ് ആണ് കേട്ടോ. നമ്മുടെ കോഡ് സെറ്റിനൊക്കെ ചെയ്യുന്ന പാൻറ്റിൻ്റെ അത് ഒരുവിധം നന്നായിട്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ രീതി ഒന്ന് കാണിച്ചു തരുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്കിതിന് വേണ്ടത് ഹിപ്പ്, പിന്നെ വേസ്റ്റ്, ടോട്ടൽ ലെങ്ത്ത്, പിന്നെ ക്രോച്ചിൻ്റെ ലെങ്ത്ത്, ഇതൊക്കെയാണ് അത്യാവശ്യം വേണ്ട അളവുകൾ. നമ്മൾ ആദ്യം ബെൽറ്റിനുള്ള 2 ഇഞ്ച് വിട്ടിട്ടാണ് മാർക്ക് ചെയ്യുന്നത് തുണിയിൽ. ആദ്യം 2 ഇഞ്ച് വിടുക. അതിനുശേഷം അവിടെ മുതൽ താഴേക്ക് നമുക്ക് വേണ്ട ലെങ്ത് എടുക്കുക. അവിടെ നിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും 1.5 ഇഞ്ച് താഴത്തേക്ക് നമുക്ക് മടക്കി അടിക്കാനുള്ളതും കൂടെ ഇടുക. ഈ 1.5 ഇഞ്ചും മുകളിലത്തെ 2 ഇഞ്ചും കൂട്ടാതെയാണ് നമ്മുടെ ലെങ്ത്ത് വരുന്നത്. അതിനുശേഷം നമ്മൾ ഹിപ്പ് സൈസാണ് എടുക്കേണ്ടത്. കാരണം പാൻറ്റ് കയറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിപ്പിൻ്റെ സൈസേ എടുക്കാൻ പറ്റൂ, വേസ്റ്റിൻ്റെ അല്ല എടുക്കേണ്ടത്. അപ്പോൾ ഹിപ്പിൻ്റെ എടുക്കുമ്പോൾ ഹിപ്പ് സൈസിൻ്റെ കൂടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു 4 ഇഞ്ച് ലൂസും കൂടെ അതിനകത്ത് ആഡ് ചെയ്യും. ഈ 4 ഇഞ്ച് ലൂസ് എന്നുള്ളത് നമ്മൾ സീം അലവൻസും എല്ലാം ചേർത്തിട്ടുള്ള അളവാണ് ഈ 4 ഇഞ്ച്. പിന്നെ നമുക്ക് ഇലാസ്റ്റിക്കൊക്കെ വരുമ്പോഴത്തേക്ക് അത് ഒട്ടും കൂടുതലായി പോകത്തില്ല. അതിനുശേഷം ഇനിയിപ്പോൾ ഒത്തിരി വലിയ സൈസ് ഹിപ്പിൻ്റെയാണ് ചെയ്യുന്നതെങ്കിൽ 4-ന് പകരം 6 ഇഞ്ച് വരെ നമുക്ക് കൂട്ടിയെടുക്കാം. പിന്നെ വേണ്ടത് ക്രോച്ചാണ്. ക്രോച്ചിന് നമുക്ക് ഹിപ്പിൻ്റെ തന്നെ അളവിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 ഇഞ്ച് കൂടെ കൂട്ടിയാണ് എടുക്കുന്നത്. ക്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ അരക്കെട്ടിൽ നിന്ന് താഴെ ആ മിഡിൽ പോയിൻ്റ് താഴെ വരെ വരുന്ന ആ ഭാഗമാണ്. നമുക്ക് കാല അനക്കമൊക്കെ വേണ്ടി അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ അടയാളപ്പെടുത്താൻ പോകുന്നത് ഹിപ്പ് സൈസാണ്. ഹിപ്പ് സൈസ് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ക്രോച്ച് ലെങ്തും കൂടി നോക്കാം. ഇപ്പോൾ ഹിപ്പ് അടയാളപ്പെടുത്തി അവിടെ നിന്ന് നേരെ താഴത്തേക്ക് ക്രോച്ച് അടയാളപ്പെടുന്നത് ഹിപ്പ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 ഇഞ്ചാണ്. 2 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 36 ആണെങ്കിൽ 9, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9, അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ചും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ 11 താഴെ. പിന്നെ ഈ ഇടത്തേക്ക് നമ്മൾ ഒരു 2 ഇഞ്ചാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അത് സൈസ് അനുസരിച്ച് നമുക്ക് മാക്സിമം 3 ഇഞ്ച് വരെ കൊടുക്കാം. നോർമൽ കേസിൽ 2ഉം 2.5 വരെ മതിയാവും. ഒരു 36 ഇഞ്ചാണ് 2 മതി. ഒരു 40 ഇഞ്ച് വരെ 2.5 മതി. പിന്നെ മുകളിലേക്കാണെങ്കിൽ ഒരു 3 ഇഞ്ച്, അതിൽ കൂടുതൽ വേണ്ട. പിന്നെ അവിടെ കർവ് ചെയ്യുമ്പോൾ ആം ഹോൾ കർവ് പോലെ വലിയ രീതിയിൽ കർവ് ചെയ്യരുത്, ലൈറ്റായിട്ടൊന്ന് കർവ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് കാലൊക്കെ പൊക്കി വെക്കുമ്പോൾ അവിടെ പിടുത്തം വരും. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ കാലിൻ്റെ താഴെ ഭാഗത്ത് ഈ ക്രോച്ചുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ വശത്ത് മേപ്പോട്ട് കയറി നിൽക്കും. അപ്പോൾ പാൻറ്റ് ഒരു ഷേപ്പില്ലാതെ നിൽക്കും, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ലൈറ്റായിട്ട് വരയ്ക്കുക. പിന്നെ ക്രോച്ചിൻ്റെ നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ, അതായത് ആ എൽ ഷേപ്പ് അടയാളപ്പെടുത്തി അവിടെ നിന്ന് നമ്മുടെ ബാക്കിന് മൊത്തം വീതി എടുത്തിട്ട് അതിൻ്റെ നേരെ നടുക്കൊന്ന് താഴേക്ക് വരയ്ക്കുക. ആ വരയുടെ അപ്പുറവും ഇപ്പുറവും ആയിട്ടാണ് നമ്മൾ നമ്മുടെ പാദത്തിൻ്റെ ലൂസ് എത്ര വേണമെന്ന് വെച്ചാൽ അത് ഇടുന്നത്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ പടത്തിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടറ്റത്തു നിന്നും ക്രോച്ചിൻ്റെ സൈഡിൽ നിന്നും മറ്റേ അതിന് നേരെ എതിരെ സൈഡിൽ നിന്നും കൂടെയുള്ള നീളം എടുത്തിട്ട് അതിൻ്റെ നേരെ നടുക്കൂടി താഴത്തേക്ക് വരയ്ക്കുക. എന്നിട്ട് ഈ രീതിയിൽ നമ്മൾ ഷേപ്പ് കൊടുത്ത് വരയ്ക്കുക. നമ്മൾ ഹിപ്പ് കർവ് വെച്ച് അത്രയും വളച്ച് വരയ്ക്കരുത്, ലൈറ്റായിട്ട് വരയ്ക്കാവുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് വളവ് വന്നാലും ഈ പറഞ്ഞ പോലെ കയറിപ്പോവും. ക്രോച്ചിൻ്റെ അവിടെ പിടുത്തമുള്ളതുകൊണ്ട് നമ്മുടെ കാലിൻ്റെ വശം മേളിലോട്ട് കയറിപ്പോവും. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗമാണ് വരയ്ക്കുന്നത്, ഫ്രണ്ട് പാർട്ട്. ഒത്തിരി വണ്ണമുള്ളവർക്ക് എപ്പോഴും ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് കട്ട് ചെയ്യണതാണ് നല്ലത്. ഒരു 36 ഇഞ്ചിൽ താഴെയാണ് ഹിപ്പിൻ്റെ അളവ് വരുന്നതെങ്കിൽ ഫ്രണ്ടും ബാക്കും നമുക്ക് ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാൻ കുഴപ്പമില്ല. അല്ലാതെ നമ്മളൊരു 40-44 സൈസിനൊക്കെ ചെയ്യുമ്പോഴും എന്തായാലും 2-ന് 2 അളവിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രണ്ട് ഭാഗം കഴിഞ്ഞു. എന്നിട്ട് ഫ്രണ്ട് കട്ട് ചെയ്യുവാണ്. ഈ ഭാഗം വെച്ചിട്ട് നമ്മൾ ബാക്ക് ചെയ്യണം. ബാക്ക് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ടിൻ്റെ ആദ്യമേ നമ്മൾ ഫ്രണ്ടിൻ്റെ ഭാഗം വെച്ചിട്ടാണ് ബാക്ക് ചെയ്യുന്നത്. അപ്പം ബാക്കിൻ്റെ പീസ് കുറച്ച് ഉയർത്തി വെക്കണം മുകളിലേക്ക്. ഞാനിപ്പോൾ 2 ഇഞ്ചോളമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അത്രയും ഉയർത്തി വെച്ചില്ലെങ്കിൽ നമ്മുടെ ക്രോച്ച് ഏരിയ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ താന്നു പോകും, ബാക്ക് സൈഡിൽ താഴേക്ക് കുഴിവ് വരും. പിന്നെ ഇത് ക്രോച്ചിൻ്റെ ആ ഭാഗത്തു നിന്ന് നമ്മൾ ഒരു 2 ഇഞ്ച് മുന്നോട്ടേക്ക് തള്ളിയാണ് ബാക്ക് ഭാഗം എടുക്കുന്നത്. അതേ അളവിൽ എടുക്കുകയല്ല, 2 ഇഞ്ചോളം പുറത്തേക്ക് തള്ളിയെടുക്കണം.
അത് ഇപ്പം 44-46 സൈസൊക്കെ ആണെങ്കിൽ 3 ഇഞ്ച് വരെ മാക്സിമം എടുക്കാം. അതിനുശേഷം നേരത്തെ വരച്ച പോലെ തന്നെ ക്രോച്ച് അടയാളപ്പെടുത്തി നമുക്ക് ലൈറ്റായിട്ട് ഒരു ചരിവ് കൊടുത്ത് ക്രോച്ച് വരച്ചെടുക്കണം, അല്ലാതെ കുഴിച്ച് വരയ്ക്കരുത്. ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഫ്രണ്ട് വെച്ചതിനെക്കാട്ടി 2 ഇഞ്ചോളം പുറത്തേക്ക് തള്ളിയിട്ടാണ് നമ്മളിത് വരയ്ക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ ഒരു ചേഞ്ചും ഇല്ല, എല്ലാം ഈ ക്രോച്ചിൻ്റെ സൈഡിൽ മാത്രമേ ചേഞ്ചസ് ഉള്ളൂ. അതിന് ശേഷം താഴേക്ക് സെയിം അതുപോലെ തന്നെ നമ്മൾ 2 ഇഞ്ച് തന്നെ എക്സ്ട്രാ ഇട്ട് വരയ്ക്കുക. താഴോട്ട് എത്തുമ്പോൾ ഒരു 1.5 ഇഞ്ച് വരെ മതി. പാദത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ടാൽ മതി. അത് നിർബന്ധമല്ല, 2 ഇഞ്ച് ഇടേണ്ടവർക്ക് ഇടാം, എന്നാലും നമുക്ക് ഒത്തിരി കൂട്ടണ്ട, അത്രയേ ഉള്ളൂ. ഈ ഷേപ്പിൽ തന്നെ വരച്ചെടുക്കുക. പിന്നെ താഴെ വശം നമ്മൾ മടക്കി അടിക്കാനാണ് അങ്ങനത്തെ രീതിയിൽ വരയ്ക്കുന്നത്. പിന്നെ മുകളിൽ നമ്മൾ ഡയഗണലായിട്ട് വരയ്ക്കുക, അതായത് ആ ക്രോച്ച് ഏരിയയുടെ ഭാഗത്തേക്ക് ഉയർന്ന് നിൽക്കണം, അതായത് ഈ 2 ഇഞ്ച് എന്ന് പറയുന്നത്. പിന്നെ അരക്കെട്ടിൻ്റെ ആ നടുക്കോട്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ചരിഞ്ഞ് വരയ്ക്കുക, അപ്പോൾ ഒരു ഡയഗണൽ ഷേപ്പിൽ കിട്ടും. അത് മടക്കി അടിക്കുമ്പോൾ കറക്റ്റായി വന്നോളും, അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത് പൊങ്ങിയും കയറിയും കൂടുതലും ഒന്നും വരില്ല. പിന്നെ താഴെ ഭാഗം ഇതുപോലെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് മടക്കി അടിക്കാൻ എളുപ്പമുണ്ടാവും, അല്ലെങ്കിൽ നമുക്കിനി ഇച്ചിരി തുണി കുറഞ്ഞു പോയ പോലെ തോന്നും. ഇനി ഇതും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ തുണിയിലും കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായാലും ഇത് മനസ്സിലായില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ വേണമെങ്കിൽ കുറച്ചും കൂടെ വിശദമാക്കി പറയുകയാണെങ്കിൽ പറയാമല്ലോ. പിന്നെ ഇതുപോലെയാണ് ഞാൻ എൻ്റെ പാൻറ്റൊക്കെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്